എൻ്റെ പേര് ലീല. ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ 83 ബാച്ച് BA ഹിസ്റ്ററി കഴിഞ്ഞ ആളാണ്. ഞങ്ങളുടെ ഒരു ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ഒരു വട്ടം കൂടി എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു അത് 2013 രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു 10ാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി. അപ്പോൾ എന്താ വെച്ചാൽ അതൊരു നല്ലൊരു സൗഹൃദ കൂട്ടായ്മയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ തന്നെയുള്ള മോഹനൻ എന്നൊരു വ്യക്തിക്ക് ഒരു വീട് വെച്ച് കൊടുത്തു ഞങ്ങൾ. അതുപോലെ ഒരു നല്ല മാധവൻ പാടി എന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് 10 സെൻറ്റ് സ്ഥലം അനുവദിച്ചു കൊടുത്ത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഖാദർ സാറ് വിശദീകരിച്ചു. എങ്കിലൊന്നുകൂടി പറയാണ്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരിൽ നിന്നും വളരെ പ്രശംസ കിട്ടിയ ഒരു ഗ്രൂപ്പാണ്. കാരണം അത്രയും പരസ്പര സൗഹൃദം, സ്നേഹം അങ്ങനെ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ 3 യാത്രകൾ നടത്തി ഞങ്ങൾ. വയനാട്, കണ്ണൂർ, അതുപോലെ തന്നെ ദേലമ്പാടി ഫോറസ്റ്റ്. ഇനി അതുപോലെ ഈ ഞങ്ങൾ സ്പോർട്സും കലാപരിപാടികളും രണ്ടും നടത്തുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സിൻ്റെ ഫസ്റ്റ് ഐറ്റം ലേഡീസ് ബാഡ്മിൻ്റൺ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അതിൽ 6ഓളം, അതായത് 50 വയസ്സ് കഴിഞ്ഞവരാണ് എല്ലാവരും. 6ഓളം വനിതകൾ അതിൽ പങ്കെടുത്തു. നല്ലൊരു വാശി ഉള്ള ഒരു കളിയായിരുന്നു. അപ്പം അതിൽ ഒരു ഉഷാകുമാരി രാധ ടീച്ചർ വിജയിച്ചു. അതുപോലെ തന്നെ ഇനിയിപ്പം കലാപരിപാടികളുണ്ട്. ഒപ്പന, തിരുവാതിര, അതുപോലെ തന്നെ സ്കിറ്റ്, മോണോ ആക്റ്റ്, കഥാപ്രസംഗം, ഡ്രാമ, ഒരു ഡാൻഡിയ ഡാൻസ് ഒക്കെ ഞങ്ങൾ നടത്തുകയാണ്. അപ്പം അതുപോലെ തന്നെ നാളെ സ്പോർട്സ് ഐറ്റംസ് ഉളിയത്തടുക്ക ടർഫിൽ വെച്ച് രാവിലെ 9:30 സ്പോർട്സ് പരിപാടികൾ നടത്തുന്നുണ്ട്. നാളെ തന്നെ വൈകുന്നേരം 3 മണിക്ക് വിദ്യാനഗറിൽ വെച്ച് വിദ്യാനഗറിൽ കോളേജിലേക്ക് ഒരു വിളംബര ജാഥ നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒരേപോലത്തെ ടീഷർട്ടും ഒക്കെ ധരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ എല്ലാത്തിനും. അതുപോലെ തന്നെ നല്ല എനർജറ്റിക്കായി പോകുന്ന ഗ്രൂപ്പായിരുന്നു. അതിനിടയിൽ ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന 1-2 പേരുടെ മരണം, അതായത് ഒന്ന് NH അൻവർ, പുള്ളിയുടെ പരിശ്രമത്തിലായിരുന്നു ആദ്യം ഇത് രൂപീകരിച്ചത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഗ്രൂപ്പിനെ ഒരുപാട് തളർത്തി. അപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ വീക്കായിപ്പോയി. ഇപ്പോൾ വീണ്ടും ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. എല്ലാവരും നല്ല സ്പിരിറ്റിലാണ്. കാരണം പഠിച്ചവർ അത് 75 to 85 കാലഘട്ടത്തിലെ അന്ന് പഠിച്ചവരാണ് ഓൾഡ് സ്റ്റുഡൻസ്. പക്ഷെ എല്ലാവരും തന്നെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും നല്ല സ്പിരിറ്റിലാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ പരിപാടികളും ഇതുപോലെ നാട്ടുകാരുടെ പിന്തുണയും മാധ്യമക്കാരുടെയും പിന്തുണയും സപ്പോർട്ടും എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാവണം. കാരണം പരിപാടി വിജയിപ്പിക്കണം. 15-ന് ഉച്ചയ്ക്കാണ് പരിപാടി തുടങ്ങുന്നത്. അന്ന് തന്നെയാണ് ഈ കലാപരിപാടികൾ ഞാൻ പറഞ്ഞ പാട്ടുണ്ട്, ഗാനമേളയുണ്ട്, പാട്ടുണ്ട്, അതുപോലെ തന്നെ ഡാൻസ്, സ്കിറ്റ്, മോണോ ആക്റ്റ്, കഥാപ്രസംഗം, എല്ലാ പരിപാടികളും ഞങ്ങൾ ഉണ്ട്. അത് രാത്രി വരെ ഉണ്ടാവും. കാരണം 2 മണിക്ക് തുടങ്ങുന്നതുകൊണ്ട് രാത്രി വരെ നീണ്ടുപോകും പരിപാടികൾ. പിന്നെ അതുപോലെ തന്നെ ലഘുഭക്ഷണവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാറ്ററിങ്ങിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു രീതിയിൽ, അതായത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പേര് കിട്ടാനുള്ള ഒരു പരിപാടിയായി മാറ്റാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും. പരിപാടി പങ്കെടുക്കുന്നവരും സംഘാടകരും എല്ലാവരും തന്നെ നല്ല സ്പിരിറ്റിലാണ്. അപ്പോൾ എല്ലാത്തിനും കാസർഗോഡുകാരുടെയും പിന്തുണ ഉണ്ടാവണം. പരിപാടി വിജയിപ്പിക്കണം. ബിന്ദു ജ്വല്ലറി, കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ, 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്.